ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കടയിലൊന്നും ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരാത്ത ജോക്കർ മിഠായി ഉണ്ടാക്കാനാണ്. അതിന് നമ്മൾ 2 ശർക്കര എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം തിളച്ച് വന്നിട്ട് ശർക്കര പാനിയായിട്ട് കിട്ടണം. അങ്ങനെ നമ്മളെ പാനിയൊക്കെ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു തരി പോലും ഇതില്ലാതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാൻ എടുക്കുക. ഇതേപോലത്തെ ഒരു പാൻ എടുത്താൽ മതി. എന്നിട്ട് തേങ്ങ എടുത്തിട്ട് ആ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ആ തേങ്ങ ഫുള്ളായിക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ ശർക്കര പാനി ഇതുപോലെയുള്ളത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഏകദേശം അതിൻ്റെ പകുതിയോളം ശർക്കര പാനി വേണം. ഞാൻ ഇപ്പോൾ എടുത്ത് 2 കഷ്ണം ശർക്കര പാനി എടുത്തതിൽ ഫുള്ള് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ശർക്കര പാനിയുടെ ഇതൊക്കെ അതിലിങ്ങനെ കുടിച്ച് ഇങ്ങനെ വറ്റി വരണം. വെള്ളം ഇങ്ങനെ വറ്റി വരുമ്പോൾ നമ്മുടെ സാധനം പ്ലേറ്റിലൊന്നും ഒട്ടാത്ത രീതിയിൽ റെഡിയായി കിട്ടും. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഏലക്കായും ഉപ്പുമാണ് ഇട്ടിട്ടുള്ളത്. ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ അതും ഇട്ടാൽ മതി, ഉപ്പും. നമ്മളങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി വന്ന് ആ തേങ്ങയിൽ ഇങ്ങനെ തേങ്ങ ഒരു ഇതുപോലെ ഇരിക്കുന്ന കണ്ടില്ലേ, അതേപോലെ ആയി കിട്ടണം നമുക്ക്. ഇനി നമ്മൾ വെച്ചിട്ടുള്ളത് ഇതാണ്, നെയ്യാണ്. ഇതേപോലെ മണ്ടത്തരൊക്കെ കാണിച്ചാൽ കുറച്ച് ഇതാവും കേട്ടോ. എന്നിട്ട് ഞാൻ സ്പൂൺ എടുത്ത് വന്നിട്ട് റെഡിയാക്കി കൊടുത്തതാണ്. ഇത് കണ്ടില്ലേ, ഇതേപോലെ നമ്മളിത് പ്ലേറ്റിൽ നിന്നൊക്കെ വിട്ടിട്ട് മുരിഞ്ഞ് കിട്ടും. ഇത് കരിഞ്ഞല്ല, മുരിഞ്ഞതാണ്. ഇതേപോലെ ഒരു ബ്രൗണിഷ് കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാം. എന്നിട്ട് ഇത് പ്ലേറ്റിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒന്ന് ക്ലിയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കാട്ടണ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇങ്ങനെ ഉറച്ചിരിക്കും. നല്ലോണം അമർത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണിത്. നമ്മൾ കൊട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് പുറത്തേക്ക് വരും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നീളഞ്ഞ് കട്ട് ചെയ്യണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചെറുതായിട്ട് അത് ഒട്ടുകയൊക്കെ ചെയ്യും. നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് ചെയ്ത് ഇതേപോലെ കാണുന്ന പോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാം. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമെങ്കിലും എന്നാലും നമുക്ക് സിമ്പിളായിട്ട് അരിയാൻ പറ്റും. നമ്മൾ ഇതാക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വിട്ട് കയറുന്നുണ്ട. നമ്മളിത് നമ്മളെ ഡെക്കറേഷന് വേണ്ടിയിട്ട് തേങ്ങ ഒക്കെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ അടിപൊളി സൂപ്പറായിട്ടുള്ള ജോക്കർ മിഠായി റെഡി ആയിട്ടുണ്ട് ഗായ്സ്. കണ്ടില്ലേ, നമുക്ക് ഇത് ഒരു ആഴ്ചയോളമൊക്കെ എടുത്ത് വെക്കാൻ പറ്റും, 2 ആഴ്ചയൊക്കെ എടുത്ത് വെക്കാൻ പറ്റും. അപ്പം